സാർ, നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ നിന്ന് കത്തുവാണ്. കാഠ്മണ്ഡിൽ തെരുവ് യുദ്ധം, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നിരോധിച്ചു. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും തെരുവ് ഇറങ്ങും. പെട്ടെന്ന് യുവാക്കൾ ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഇത് പിടിച്ചാൽ കിട്ടുമോ? പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രക്ഷോഭങ്ങൾ കണ്ടറിയാം. ലോകത്ത് പലയിടത്തും ഇത്തരം പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. പണ്ട് ഫ്രാൻസിൽ നടന്നിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളാണ് ഇളകിയത്. ടിയാനൻമെൻ സ്ക്വയർ അന്ന് വിദ്യാർത്ഥികളാണ്. ഇവിടെയും യൂണിഫോമിലാണ് സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും ഒക്കെ നേപ്പാളിലെ തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇറങ്ങിയിട്ട് കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിവെച്ചു. പാർലമെന്റ് വളഞ്ഞു. യുവാക്കള് അവർക്ക് നേരെ വെടിവെച്ചപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട ആളുടെ പേര് ഇതുവരെ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ, കാരണം ഇന്ന് പുലർച്ചെ മുതലാണല്ലോ ഈ സംഭവങ്ങൾ. അപ്പോൾ ഇതുവരെ ആളാരാണെന്ന് പറഞ്ഞിട്ടില്ല. കാഠ്മണ്ഡുവിലാണ് ഒരാൾ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്ക്. യുവാക്കൾക്ക് നേരെ വെടിവെച്ചിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. യുവാക്കളുടെ പ്രക്ഷോഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ 26 സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചിട്ടുണ്ട്. സർക്കാർ നയങ്ങൾക്കെതിരെയല്ല ഈ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോമുകൾ സത്യം വിളിച്ചു പറയുന്നു ലോകത്തോട് എന്നുള്ള വിഷമമാണ്. അത് നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വണ്ണമാണ് ചെയ്തിരിക്കുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇങ്ങനെയെല്ലാം മനുഷ്യർക്ക് സുഹൃത്തുക്കളുമായിട്ടും കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ ഇതിൻ്റെ അകത്ത് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പ്ലക്കാർഡുകൾ ആയിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. അവരുടെ എഴുതി വച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പ്ലക്കാർഡിൽ ഷട്ട് ഡൗൺ കറപ്ഷൻ, ഇല്ലേ, അഴിമതി അവസാനിപ്പിക്കുക, ഷട്ട് ഡൗൺ കറപ്ഷൻ നോട്ട് സോഷ്യൽ മീഡിയ, അഴിമതി നിർത്ത്, സാമൂഹ്യ മാധ്യമങ്ങൾ അല്ല നിർത്തേണ്ടത്, യൂത്ത് എഗൻസ്റ്റ് കറപ്ഷൻ, അഴിമതിക്കെതിരെ യുവാക്കൾ. അപ്പോൾ സ്കൂൾ കോളേജ് യൂണിഫോമിലാണ് അവരെന്നുള്ളത് കാണാം. ഇവർ മൈഥി ഘർ മണ്ഡലയിൽ കൂടിച്ചേരാനായിട്ട് ഇവർ ഉപയോഗിച്ചത് ടിക്ടോക്കും റെഡിറ്റും ആണ് വിളിച്ചു വരുത്താനായിട്ട്. എന്നിട്ട് മൈഥി ഘർ മണ്ഡലയിൽ നിന്ന് മാർച്ച് തുടങ്ങിയിട്ട് പാർലമെന്റ് വരെ ചെന്നിട്ട് പാർലമെന്റ് വളപ്പിൽ എത്തിയപ്പോഴാണ് മറ്റേ വെടിവെച്ചതും ഒക്കെ. ശ്രീലങ്കയിലും ഒക്കെ മന്ത്രിസഭ മാറുന്നതിന് തൊട്ട് മുമ്പ് പ്രസിഡന്റിന്റെ വസതി കയ്യേറിയതൊക്കെ ഓർക്കുന്നത്. വസ്തുക്കളും ഫർണിച്ചറും എല്ലാം എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യും. അത് തന്നെ. അപ്പോൾ അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കത്തൽ ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ പാർലമെന്റിന്റെ അടുത്തെത്തിയപ്പോഴേക്കും പോലീസിന്റെ ബാരിക്കേഡുകളൊക്കെ ഉണ്ടായിരുന്നു. ബാരിക്കേഡുകളൊക്കെ വകവയ്ക്കാതെ ആണ് യുവാക്കൾ നീങ്ങിയത്. ജലപീരങ്കി പോലീസ് ഉപയോഗിച്ചു, ടിയർ ഗ്യാസ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വെടിവെക്കാൻ തുടങ്ങിയത്. ഈ പരിക്ക് പറ്റിയ 80 പേരെയും എവറസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി 10 മണി വരെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ജനറേഷൻ ഇസഡ് പ്രൊട്ടസ്റ്റ് എന്ന പേര് വന്നു കഴിഞ്ഞു. ഒരു വിപ്ലവം ആണത്, യുവ വിപ്ലവം. ഈ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചാൽ ഫേസ്ബുക്ക്, ഈ പറഞ്ഞ പോലെ യൂട്യൂബ്, എക്സ്, മെറ്റ പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ, ട്വിറ്റർ, യൂട്യൂബ്, വാട്സാപ്പ് നിരോധിച്ചതിൻ്റെ അകത്ത് പെടുന്നുണ്ട്. മെസ്സേജ് ഒന്നും ആളുകളുടെ ശീലമല്ലേ അതൊക്കെ. അപ്പോൾ വെള്ളിയാഴ്ച മുതലാണ് നിരോധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ. ഇത് കച്ചവട സ്ഥാപനങ്ങളെ ബാധിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വാർത്ത അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ, അതിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സർക്കാർ മാറണം, നയങ്ങളും മാറണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നേപ്പാളിലാണെങ്കിൽ 2008 മുതൽ ദുർബല സർക്കാരുകളാണ് വരുന്നത്. മാവോയിസ്റ്റ് അല്ലേ, മാവോയിസ്റ്റ് നേതാക്കൾക്കെതിരെ ഇടയിൽ തന്നെയുള്ള പടല പിണക്കങ്ങൾ. എന്നിട്ട് ഒരാൾക്ക് പകരം വേറെ ഒരാൾ വരിക. ഇപ്പൊ തന്നെ ശർമ്മ ഒലി ഈ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ്. 5 വർഷം 2008 മുതൽ ഒരു സർക്കാരും കാലാവധി തികച്ചിട്ടില്ല. ഇപ്പൊ കെ പി ശർമ്മ ഒലി ആണ്
ഇന്ന് പുലർച്ചെ മുതലാണ് തെരുവ് കത്തുന്നത്. ഇത് സെൻസർഷിപ്പാണ് ഈ നടക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ചതുപോലുള്ള കാര്യങ്ങളാണെന്നാണ് ജനം പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ 28 മുതൽ 7 ദിവസം ഈ നയങ്ങളനുസരിച്ചിട്ടൊക്കെ പെരുമാറിക്കൊള്ളാം എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തിരുന്നു. 7 ദിവസം കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഈ സർക്കാർ നയത്തിനെ അനുകൂലിച്ച് രജിസ്റ്റർ ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നില്ല. നമ്മൾ തന്നെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചൈനയുമായിട്ട് അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. നേപ്പാളിൽ നിന്ന് ഇപ്പോൾ അവിടെ വിക്ടറി പരേഡ് ചൈനയിൽ നടന്നപ്പോഴും നേപ്പാളിൽ നിന്ന് പ്രതിനിധിയൊക്കെ ഉണ്ടായിരുന്നതാണ് രാജ്യത്തിൻ്റെ. അപ്പോൾ അതിനു മുമ്പ് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി ഡൽഹിയിൽ വന്നിരുന്നു. അദ്ദേഹത്തുമായിട്ട് നമ്മൾ കച്ചവട കരാറൊക്കെ ഒപ്പുവെച്ചിരുന്നു. അങ്ങനെ കരാറ് ഒപ്പുവെക്കുമ്പോൾ ചൈനയുമായിട്ടുള്ള കച്ചവടം ഇന്ത്യ വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ നേപ്പാളിലെ ലിപ്പു ലേക്ക് ചുരം വഴി ആണ് ഈ കച്ചവട സാധനങ്ങൾ ചരക്ക് പോകേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നേപ്പാളിൻ്റെ പ്രസ്താവന വന്നു, ചുരത്തിൻ്റെ തെക്ക് ഭാഗം കാലാപാനി നേപ്പാളിൻ്റേതാണ്, അതുകൊണ്ട് ഇന്ത്യ ചൈനയിലേക്ക് ഈ ലിപ്പു ലേക്ക് വഴി ചരക്ക് അയക്കാൻ പറ്റില്ല എന്ന് നേപ്പാൾ ഒരു നിലപാടെടുത്തു. നമ്മുടെ അയൽ രാജ്യം നേരത്തെ നമ്മളോട്ട് നല്ല സഹകരണമായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഈ നേപ്പാൾ അതിർത്തിയിൽ പല കുഴപ്പങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലേ, ബീഹാർ നേപ്പാൾ അതിർത്തി യില് പല റെയ്ഡുകളും സംഘർഷങ്ങളും ഒക്കെ ഈ നുഴഞ്ഞുകയറ്റം, അതായത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നേരിട്ട് നുഴഞ്ഞുകയറ്റം തടയുന്നത് കൊണ്ട് നേപ്പാൾ വഴി നുഴഞ്ഞുകയറ്റം നടക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തുമൊക്കെ ഈ നേപ്പാളിനെ ഇങ്ങനെ ജിഹാദികൾ അതിർത്തിയിലൊക്കെ നുഴഞ്ഞു കയറുന്നതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട് കുറെ കാലമായിട്ട്. അപ്പോഴാണ് അവർ നമ്മുടെ ചൈനയിലേക്കുള്ള കച്ചവടം മുടക്കാനുള്ള പരിപാടിയായിട്ട് നേപ്പാളിൽ വരുന്നത്. അപ്പം നമ്മൾ വെറുതെ ഇരിക്കേണ്ടതില്ലല്ലോ. ഞാൻ രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുക അല്ല കേട്ടോ. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, ചരിത്രപരമായി ഈ പറയുന്നതിനൊന്നും തെളിവില്ല, നേപ്പാൾ പറയുന്നതിന് തെളിവില്ല, ലിപ്പുലേക്ക് നമ്മുടെ തന്നെ ആയിരുന്നു, അതുകൊണ്ട് അവകാശമൊന്നും പുതുതായിട്ട് ഉപയോഗിക്കേണ്ട, ഏകപക്ഷീയമായ കൃത്രിമമായ അവകാശവാദമാണ് നേപ്പാൾ ഉന്നയിക്കുന്നത്. 1954 ഈ വഴി കച്ചവടം നടന്നിട്ടുണ്ട്. കോവിഡ് കാരണം നിന്നുപോയതാണ് അതുവഴിയുള്ള കച്ചവടം. അതിർത്തി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ചർച്ച നടത്തിയാണ് പരിഹരിക്കേണ്ടത്, ഇങ്ങനെയല്ല. അപ്പോൾ ഓഗസ്റ്റ് 19 തന്നെ കച്ചവടം പുനരാരംഭിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് പണ്ട്. അതുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇവിടെ വന്നത്. ഗാൽവാൻ സംഭവത്തിന് ശേഷം സംഘർഷം ഉണ്ടായല്ലോ ചൈനയുമായിട്ട്. അതിനുശേഷം ഈ കച്ചവടം നിലച്ചു. അപ്പോൾ KP ശർമ്മ ഒലി നേപ്പാളിൻ്റെ പുതിയൊരു ഭൂപടം ഉണ്ടാക്കിയിട്ട് ഭരണഘടനയിൽ അത് ചേർത്തു. എന്നിട്ട് ഭരണഘടന ഭേദഗതി ചെയ്തു. ഈ കാലാപാനിയും ലിപ്പു ലേഗും ഒക്കെ നേപ്പാളിൻ്റെ ഭാഗമാണെന്ന് വരച്ചിട്ടാണ് ഭരണഘടന മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ലിംബിയാദുര, ലിപ്പു ലേഗ്, കാലാപാനി ഈസ്റ്റ്, മഹാകാളി റിവറിൻ്റെ കിഴക്ക് ഭാഗം, ഇതൊക്കെ നേപ്പാളിൻ്റെ ഭാഗമായിട്ടാണ് ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നത്. റോഡ് പണി, വികസനം, കച്ചവടമൊന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലാപാനി മേഖലയിൽ കൃത്യമായ അതിരൊന്നുമില്ല. 1816 സുഗോളി ഉടമ്പടി, അതിൽ ഈ കാളി നദി ആണ് അതിർത്തിയായിട്ട് കാണിച്ചിരുന്നത്. അതൊക്കെ ബ്രിട്ടൻ്റെ കാലത്തെ സംവിധാനങ്ങളാണ്. അപ്പോൾ ഈ നദി ലിപ്യാദുരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് നേപ്പാൾ പറയുന്നു. ലിപ്പുലേഖ് ചുരത്തിനും വടക്കു പടിഞ്ഞാറാണത്. അതിന് കിഴക്ക് മുതൽ നേപ്പാളിൻ്റെ ആണെന്ന് അവർ അവകാശപ്പെടുന്നു. ഇന്ത്യ അത് നിരാകരിക്കുന്നു. കാലാപാനി ഗ്രാമത്തിനടുത്ത അരുവികളിലാണ് ഈ കാളി നദി ഉത്ഭവിക്കുന്നത് എന്നാണ് നമ്മുടെ അവകാശവാദം. ഈ തർക്കസ്ഥലം ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമാണ് എന്നും നമ്മൾ പറയുന്നുണ്ട്. 2020 ഇന്ത്യ പുതിയ 80 കിലോമീറ്റർ റോഡ് ലിപ്പുലേഖ് ചുരം വരെ
പണിതിട്ടുണ്ട്. അങ്ങനെയാണ് കച്ചവടം നടക്കുക. കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ആ റോഡ് ഉതകും. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോഴും നേപ്പാള് അവരുടെ വിഷമം പറഞ്ഞിരുന്നു. പുതിയ ഭൂപടം ഇപ്പോൾ ഈ പ്രദേശമൊക്കെ ലിപ്പുലേഖൊക്കെ അവരുടെ ഭാഗമാക്കിയിട്ടാണ് വരച്ച് ഭരണഘടന പരിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും നേപ്പാളിലെ ലിപ്പുലേഖ് വഴി കച്ചവടം പുനരാരംഭിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നേപ്പാൾ കലുഷിതമാകുന്നത്. കുറച്ചു മുമ്പ് അവിടെ കഴിഞ്ഞ കൊല്ലം രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം വലിയ പ്രക്ഷോഭം നടന്നു. അത് പൊതുജനങ്ങൾ മുഴുവൻ പങ്കെടുത്തിരുന്നു. ഇതുപോലെ യുവാക്കളുടെ മാത്രമല്ല, അതിൽ തന്നെ യോഗി ആദിത്യനാഥിന്റെ പോസ്റ്ററുകളും ഒക്കെ. ആത്മീയ ഗുരു അല്ലേ? ആത്മീയ ആചാര്യൻ, നേപ്പാളിന്റെ ഗോരഖ്നാഥ് പീഠത്തിന്റെ അധിപതി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ വീണ്ടും ഇത് വല്ലാതെ ഇപ്പോൾ നേപ്പാൾ കത്തുകയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുമൊക്കെ ഈ ഘട്ടത്തിൽ നല്ല നിലയ്ക്ക് പോകുന്നതാണ് അതിൻ്റെ ശരി. സാർ, ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നമ്മൾ ഇതുപോലെ കണ്ടു. അന്നും വിദ്യാർത്ഥി കലാപമായിരുന്നു. പിന്നീട് അത് മാറി മാറി വലിയ ആളുകൾ വരുന്നു, മറ്റ് രാഷ്ട്രീയ സംഘടനകൾ വരുന്നു. പിന്നീട് അവിടുത്തെ ഭരണാധികാരിക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വരുന്നു. അപ്പം നേപ്പാളിലെ കലാപത്തെ ബംഗ്ലാദേശിൽ പിന്നെ അമേരിക്ക ഉണ്ടാക്കിയ കലാപമാണ്. പക്ഷെ ഇവിടെയും ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ അത്ര നിസ്സാരമല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കടൽ പോലെ തെരുവുകളിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. പക്ഷെ സൈന്യവും തെരുവിലുണ്ട്. അതെ, പട്ടാളം ഇവരെ ശരിയാക്കാനായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ നേപ്പാളിന് ഈ ഒരു ഘട്ടത്തിൽ ചൈന സംരക്ഷിക്കാനൊന്നും സാധ്യതയില്ല. കാരണം ചൈനയ്ക്ക് ഇപ്പം ഇന്ത്യയാണ് വേണ്ടത്. കാരണം പാകിസ്ഥാന്റെ റെയിൽ പദ്ധതിയിൽ നിന്ന് ചൈന പിൻവാങ്ങിക്കഴിഞ്ഞു. കാരണം ഗുണമൊന്നുമില്ല എന്ന് മനസ്സിലായി. കച്ചവടം വല്ലതും നടത്തണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് നടത്തിയാൽ മതി. ഇത് നല്ല അവസരമാണ്. നമ്മൾ അമേരിക്കയുമായിട്ട് അകന്നിരിക്കുകയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്ഷോഭമാണ് അവിടെ തെരുവുകളിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.